ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ലൊരു സമ്മർ ഡ്രിങ്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ആർട്ടിഫിഷ്യൽ കളറോ ഫ്ലേവേഴ്സോ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമ്മുടെ പറമ്പിലും വീട്ടിലും ഉള്ള സാധനങ്ങൾ മാത്രം വെച്ചാണ് ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഹെൽത്തി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ശംഖുപുഷ്പം എടുത്തിട്ടുണ്ട്. ഇത് അധികം ആൾക്കാരുടെ വീട്ടിലും ഈ ശംഖുപുഷ്പം ഉണ്ടാവും. ഇത് നല്ലൊരു മെഡിസിനൽ വാല്യൂ ഉള്ള ഫ്ലവറാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഈ ഫ്ലവർ ഞാൻ ഇതിൻ്റെ എല്ലാം ഓരോന്നും തുറന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഈ ഓരോ പെറ്റൽസും വേറെ വേറെ ആക്കി എടുക്കണം. എന്തെങ്കിലും പ്രാണികൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അധികം കഴുകി ഇതിൻ്റെ കളറൊന്നും കളയേണ്ട ആവശ്യമില്ല. നമ്മൾ പറമ്പിലുള്ളതല്ലേ, അപ്പോൾ നമ്മൾ പറിച്ചെടുക്കുന്നതാണല്ലോ, നിലത്ത് വീണതൊന്നും അല്ല ഇത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾക്ക് നെകയ്ക്ക് വെള്ളം ഒഴിച്ചു വെക്കാം. ഇപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും മൂടി വെച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ നന്നായി ഇറങ്ങി വരും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇതിന് ടേസ്റ്റ് വരുത്താനുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചൂടുകാലത്ത് നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ നല്ല ഹെൽത്തി ജ്യൂസ് തന്നെ കുടിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഈ വെള്ളം നോക്കിയാൽ നല്ല കളർഫുള്ളായിട്ടല്ലേ, നല്ല ബ്ലൂ കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ പെറ്റൽസ് എല്ലാം ഇതിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇതുപോലെ സ്പൂൺ കൊണ്ട് എല്ലാം തന്നെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടി വേറൊരു ഗ്ലാസ് എടുക്കുന്നുണ്ട്. ആ ഗ്ലാസ് ജാറിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ തണുത്ത വെള്ളം അല്ല ഒഴിച്ചത്, തിളച്ചാറിയ വെള്ളമായിരുന്നു ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പുതിന ഇലയാണ്. ഞാനിതും ഈ പറമ്പിൽ നിന്ന് പറിച്ചത് തന്നെ കേട്ടോ. കുറച്ചധികം പുതിന ഇല ഇട്ട് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. പിന്നെ വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. ഞാൻ ഏകദേശം ഒരു 1/4 ചെറുനാരങ്ങയുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൽ ഷുഗറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റും. ഞാൻ അതിന് പകരം ഇവിടെ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കൂർഗ് ഹണിയുണ്ട് ഇവിടെ, അതാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ വരെ തേൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അല്ല നിങ്ങൾക്ക് പഞ്ചസാര തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മുന്നേ ഞാനിവിടെ കസ്കസ് കുതിർത്ത് വെച്ചിരുന്നു, അതുകൂടി ഇതിലേക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ ജ്യൂസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ശംഖുപുഷ്പം വെച്ച് ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ ശംഖുപുഷ്പം. അപ്പോൾ പണ്ട് കാലം മുതലേ ആയുർവേദത്തിലും നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ഈ ശംഖുപുഷ്പം. ശംഖുപുഷ്പം വെച്ച് ചായയും ഉണ്ടാക്കി കുടിക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക. വളരെ ടേസ്റ്റി എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മുടെ നാരങ്ങയുടെ ഒക്കെ ഫ്ലേവറാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഫ്ലേവറൊന്നുമില്ല. വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.